സ്വഭാവ ദൂഷ്യം ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഭാര്യയെയും മരുമകളെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മളെല്ലാവരും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ടാകും. വളരെ ഞെട്ടലോടെയാണ് ശരിക്കും പറഞ്ഞാൽ ആ വാർത്തയുടെ വിശദാംശങ്ങൾ കേൾക്കാനിടയായത്. ഇത്തരം സംഭവങ്ങളൊന്നും ഒരു മിഡ് നൈറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് കാരണം ഉണ്ടാവുന്നതൊന്നുമല്ല. കാലങ്ങളായിട്ട് ആ വ്യക്തിയുടെ ഉള്ളിൽ ബിൽഡ് ആയിക്കൊണ്ടിരിക്കുന്ന ചില ഇമോഷണൽ പാറ്റേൺസും അൺഹെൽത്തി ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ബിലീഫ്സ്, അതുപോലെ തന്നെ അൺറിസോൾവ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസ്, ആ ഫാമിലിയുടെ പവർ ഡൈനാമിക്സ്, ഇതിന്റെ എല്ലാം ഒരു പ്രതിഫലനം അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഇൻസിഡന്റ്. ശരിക്കും പറഞ്ഞാൽ അയാളുടെ ബിഹേവിയറിനകത്ത് നമുക്ക് ഒരുപാട് സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻസ് കൊടുക്കാൻ പറ്റും. പക്ഷെ ആ എക്സ്പ്ലനേഷൻസ് ഒന്നും തന്നെ അയാൾ ചെയ്ത അതിക്രൂരമായ ആ പ്രവൃത്തിക്കുള്ള ന്യായീകരണങ്ങളല്ല. എന്തിന്റെ പേരിലായാലും ചുറ്റുമുള്ള വ്യക്തികളെ മാനസികമായോ ശാരീരികമായോ ദ്രോഹിക്കുവാനോ പരിക്കേൽപ്പിക്കുവാനോ ഉള്ള യാതൊരു അധികാരവും അവകാശവും ഒരു മനുഷ്യനുമില്ല. പക്ഷേ ഈ സംഭവങ്ങളോടൊക്കെ ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ചില ആളുകളുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവരുടെ കുട്ടിക്കാലം മുതൽ തന്നെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് കുട്ടിക്കാലത്ത് കാണിക്കുന്ന പല ബിഹേവിയേഴ്സും ഭാവിയിൽ ചെയ്തേക്കാവുന്ന അപകടകരമായ ചില പ്രവർത്തനങ്ങളുടെ സൂചനകൾ അല്ലെങ്കിൽ അതിന്റെ സിംറ്റംസ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ഈ സിംറ്റംസിനെ നോർമലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യുകയോ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, വീട്ടിലെ ഒരു കുട്ടി ഭയങ്കര ദേഷ്യം കാണിക്കുന്നു. ഈ ദേഷ്യം എന്ന് എക്സ്പ്രസ് ചെയ്യുന്ന രീതി വളരെ അഗ്രസീവായിട്ട് സാധനങ്ങളൊക്കെ തല്ലിപ്പൊട്ടിച്ച്, അടുത്ത് നിൽക്കുന്ന ഓരോ സഹോദരങ്ങളെയൊക്കെ ഉപദ്രവിച്ച്, അങ്ങനെ വളരെ അഗ്രസീവായിട്ട് ദേഷ്യം പ്രകടിപ്പിക്കുന്നു എന്ന് കരുതുക. ചില ഇടങ്ങളിൽ ഇതിനെ ഭയങ്കരമായിട്ട് നോർമലൈസ് ചെയ്ത ആളുകൾ സംസാരിക്കാറുണ്ട്. എന്ന് വെച്ചാൽ അച്ഛൻ്റെ അതേ ദേഷ്യമാണ് മോന് കിട്ടിയേക്കുന്നത്, അല്ലെങ്കിൽ മുത്തച്ഛൻ്റെ അതേ രീതിയിലാണ് മോന് വളർന്നു വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനത്തെ ഭയങ്കരമായിട്ട് നോർമലൈസ് ചെയ്യും. ആൺപിള്ളേരല്ലെങ്കിലും ഇങ്ങനെ ഈ പ്രായത്തിൽ ഇച്ചിരി കുരുത്തക്കേടൊക്കെ ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഓക്കെ ആണ് എന്നൊരു മെസ്സേജാണ് നമ്മൾ ആ കുട്ടികൾക്കുള്ളിലേക്ക് കൊടുക്കുന്നത്. കുട്ടിക്കാലത്ത് അഗ്രസീവ് നേച്ചറിന് നമ്മൾ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് മുതിർന്നു കഴിയുമ്പോഴും ഈ നേച്ചർ കാണിക്കാനായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ കുട്ടിക്കാലത്ത് അവരൊരു അടി കൊടുത്തു അല്ലെങ്കിൽ ദേഷ്യം വന്നിട്ട് അടുത്ത് നിന്ന ആളെ അടിച്ചു, അപ്പോഴത്തേക്ക് അവർക്ക് സ്വയം ഒന്ന് സുപ്പീരിയർ ആയിട്ട് ഫീൽ ചെയ്തു. അപ്പൊ വലുതാവുമ്പോഴും അവരുടെ ഉള്ളിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു മെസ്സേജ് എന്താന്ന് വെച്ചാൽ, ഞാൻ സുപ്പീരിയർ ആവണമെങ്കിൽ എനിക്ക് ചുറ്റുമുള്ള ആളുകളെയൊക്കെ ഞാൻ കൺട്രോൾ ചെയ്യണം, എൻ്റെ ആങ്കർ എനിക്ക് വേണമെങ്കിൽ ബാക്കിയുള്ളവരെ അറ്റാക്ക് ചെയ്ത് എക്സ്പ്രസ് ചെയ്യാം, അതൊക്കെ വളരെ നോർമലാണ്, അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല. ഇങ്ങനെ ചില മെസ്സേജാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പം ഇത് ഭയങ്കര അപകടമാണ്. വളർന്നു വരുമ്പോൾ വലിയ രീതിയിൽ ക്രൈം ഒന്നും ചെയ്യാൻ മടിയില്ലാത്ത കുട്ടികളായിട്ട് ചിലപ്പം അവർ മാറാനുള്ളൊരു സാധ്യത, അത്തരമൊരു വലിയ അപകടം ഇതിനൊക്കെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് തന്നെ കാണിക്കുന്ന സ്വഭാവ വൈകൃതങ്ങൾ അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഒക്കെ നമ്മൾ കറക്റ്റ് സമയത്ത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പൊ സ്കൂളുകളിലൊക്കെ കൗൺസിലിംഗ് നിർബന്ധമാക്കണം അല്ലെങ്കിൽ മെന്റൽ ഹെൽപ്പ് നിർബന്ധമാക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. അതുപോലെ തന്നെ പേരന്റിങ്ങിന് ഇതിന് കൃത്യമായൊരു പ്രാധാന്യമുണ്ട്. കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ ബിഹേവിയേഴ്സിനെ കൃത്യമായിട്ട് നോക്കി കാണുവാൻ, അതിനകത്ത് ഏർലി സൈൻസ് എന്തെങ്കിലും ഉണ്ടോ, ഇവർക്ക് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ചില പ്രശ്നങ്ങളുടെ സൂചനകളാണോ ഇത് എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കാൻ പേരൻസ് തയ്യാറാകണം. നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം, ഇമോഷൻസ് ഉണ്ടാവുന്നത് വളരെ സ്വാഭാവികമാണ്. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് പല രീതിയിലുള്ള വികാരങ്ങൾ ഉണ്ടാവും. പക്ഷേ ആ വികാരങ്ങളെ എങ്ങനെ, എവിടെ, ഏതളവ് വരെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളതിൽ കൃത്യമായ ധാരണ കുട്ടിക്കാലം മുതൽ തന്നെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ദേഷ്യം വരുവാണെങ്കിൽ ആ ദേഷ്യം ഏത് രീതിയിൽ എക്സ്പ്രസ് ചെയ്യണം, ആരോട് ഏതളവ് വരെ എങ്ങനെയൊക്കെ പെരുമാറാം, ഓരോ ഘട്ടത്തിലും എങ്ങനെ പെരുമാറുന്നതാണ് പ്രോപ്പറായിട്ടുള്ള പെരുമാറ്റം, അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് അവർക്കൊരു ധാരണ ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടികളുടെ അടുത്ത് ദേഷ്യപ്പെടരുത് എന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് നിന്ന് പേരൻസ് ദേഷ്യപ്പെട്ടാൽ അതിനകത്ത് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കാരണം ഈ ഉപദേശത്തെക്കാട്ടിൽ കൂടുതൽ അവരെടുക്കുന്നുണ്ടാവുക അവർ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. കുട്ടികൾ കൂടുതൽ കാര്യങ്ങളും പഠിക്കുന്നത് ഒബ്സർവേഷണൽ ലേണിങ്ങിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തം ജീവിതത്തിൽ ഇത് പകർന്ന് കാണിച്ചു കൊടുക്കുവാനായിട്ട് രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ വീട്ടിലുള്ള മറ്റംഗങ്ങൾക്കും ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സിനും ഒക്കെ പറ്റണം. അല്ലാത്ത പക്ഷം എന്താ സംഭവിക്കുന്നത്, ഇപ്പം വീട്ടിൽ അച്ഛൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് വളരെ മോശമായി ബിഹേവ് ചെയ്യുന്നു, അമ്മനെ അടിക്കുന്നു, ഫിസിക്കലായിട്ട് ഉപദ്രവിക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു കുട്ടി കാണുകയാണെന്ന് വെച്ചോ.
ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അമ്മ എന്ത് പറ്റുന്നു, വളരെ സൈലന്റ് ആയിട്ട് ഒരിടത്ത് പോയിരിക്കുന്നു. ഇതാണ് ആ കുട്ടി കണ്ടു വളരുന്നതെങ്കിൽ വരാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത്, ഓക്കെ ഞാൻ ഇങ്ങനെ സുപ്പീരിയർ ആയിട്ട് ബിഹേവ് ചെയ്താൽ, അതല്ലെങ്കിൽ ഞാനിങ്ങനെ എനിക്ക് ദേഷ്യം വരുവാണെങ്കിൽ മറ്റേ ആളെ അടിക്കുകയോ അബ്യൂസ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ എനിക്ക് സപ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സറൗണ്ടിങ്സിൻ്റെ കൺട്രോൾ എൻ്റെ കയ്യിൽ വരും, ഞാൻ അതോറിറ്റി ആവും എന്നൊക്കെയുള്ളൊരു തോന്നൽ ആ കുട്ടിയുടെ ഉള്ളിൽ വരികയല്ലേ. അപ്പോൾ ഭാവിയിൽ ഈ കുട്ടിയുടെ ഫാമിലി ലൈഫിലും ഇതേ പാറ്റേൺ ആയിരിക്കും ആ കുട്ടി ഒരു പക്ഷെ കാണിക്കുന്നുണ്ടാവുക. ഇതിൽ ജെൻഡറിനൊരു വലിയ റോളുണ്ട്. പലപ്പോഴും അഗ്രസീവ് ബിഹേവിയർ ആൺകുട്ടികൾ ചെയ്യുമ്പോൾ അതിനെ കുറച്ചുകൂടെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് കാണാറുണ്ട്. പക്ഷെ ആൺകുട്ടികൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ബിഹേവിയർ ചെയ്യുന്നത് എന്നുള്ള ഒരു അഭിപ്രായമൊന്നും എനിക്കില്ല. പല കുടുംബങ്ങളും ഇപ്പോൾ ഫാമിലി കൗൺസിലിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുമ്പോഴത്തേക്ക് സ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഫിസിക്കൽ അറ്റാക്ക് കാരണം വിഷമിക്കുന്ന ഒരുപാട് ആളുകളെയും നേരിട്ട് കാണുവാനും സംസാരിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരുടെ ഭാഗത്തു നിന്നായാലും അവരുടെ ഇമോഷനെ റെഗുലേറ്റ് ചെയ്യാൻ കൂടി കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് പേരന്റിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അപ്പം നമ്മൾ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടാവും, അവരെ കലാകായിക മേഖലയിലൊക്കെ നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ കൂടുതൽ നല്ല മനുഷ്യരായി ജീവിക്കാൻ കൂടി അവരെ പ്രാപ്തമാക്കേണ്ട ചുമതല നമ്മുടെ പേരൻസിനുണ്ട്. സോ പേരൻസ് ചെയ്യേണ്ട ഒരു കാര്യം വളരെ കൃത്യമായിട്ട് അവരെ ഒബ്സർവ് ചെയ്യുക. ഓരോ സാഹചര്യത്തിലും അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അവരുടെ ഇമോഷൻ അവർ എക്സ്പ്രസ് ചെയ്യുന്ന രീതി എന്താണ്, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക. അതുപോലെ തന്നെ വളരെ അഗ്രസീവായിട്ടോ അല്ലെങ്കിൽ വളരെ ഉൾവലിഞ്ഞ പ്രകൃതമോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അവരെ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക. കുട്ടികളോട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനും അവരെ അടുത്തറിയാനും ശ്രമിക്കുക. ഓരോ സാഹചര്യത്തിൽ അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് കൂടുതൽ ആഴത്തിൽ നിങ്ങൾ തിരിച്ചറിയുക. ആവശ്യമെങ്കിൽ മെൻ്റൽ ഹെൽത്ത് സഹായങ്ങളൊക്കെ സ്വീകരിക്കുക. അതിനകത്തൊന്നും യാതൊരു കുറവുമില്ല. ഭാവിയിൽ നല്ല ആളുകളായി ജീവിക്കാൻ പറ്റുന്നവരായി, ചുറ്റുമുള്ള ആളുകളെ ഉപദ്രവിക്കാത്ത അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകൾക്ക് പ്രയോജനപ്രദമാകുന്ന നല്ലൊരു ജീവിതം നയിക്കുന്നവരായി ഒരു തലമുറയെ കൊണ്ടുവരിക എന്നുള്ളതാണ് രക്ഷിതാക്കളുടെയും നമ്മുടെ സിസ്റ്റത്തിൻ്റെയും ഒക്കെ പ്രധാന ചുമതല. അതിനകത്ത് പ്രൈം കൺസേൺ എടുക്കേണ്ടത് രക്ഷിതാക്കളാണ്. കാരണം നമ്മുടെ കുട്ടികളുമായിട്ട് ഏറ്റവും അടുത്തിടപഴകുന്നത്, അവരുടെ കോർ ബിഹേവിയേഴ്സ് ഒക്കെ അറിയാൻ പറ്റുന്നതൊക്കെ രക്ഷിതാക്കൾക്കായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഉള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ. വളർന്നു വരുന്ന ഓരോ കുട്ടികളും കൂടുതൽ നല്ല മനുഷ്യരായി ജീവിക്കാൻ പാകപ്പെടട്ടെ. അതിനു വേണ്ടിയിട്ട് ആ കുഞ്ഞുങ്ങളെ തയ്യാറാക്കാൻ എല്ലാ രക്ഷിതാക്കൾക്കും കഴിയട്ടെ. താങ്ക് യു.